സ്വർഗത്തിലൊരു വീട് നിങ്ങൾക്ക് വേണം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മൻ കാല ഫിസ്സൂഖ്, ആരെങ്കിലും അങ്ങാടിയിലേക്ക് പുറപ്പെട്ടാൽ അങ്ങാടിയിൽ വെച്ചുകൊണ്ടവൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്നാരെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസനാ, അവന് 10 ലക്ഷം നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുന്നതാ. ഒരാൾ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോ അവൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ, അവൻ അങ്ങാടിയിൽ വെച്ച് ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയെങ്കിൽ അവന് 10 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തി. വമഹാ അൻഹു അൽഫ അൽഫ സയ്യിആ, അവന്റെ 10 ലക്ഷം പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കൊടുക്കുന്നതാ, അവസാനിച്ചിട്ടില്ല. വബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അവന് സ്വർഗത്തിലൊരു വീട്. നമ്മളെ ആലോചിച്ചു, ഈ ചെറിയൊരു പ്രാർത്ഥന പഠിച്ചാൽ 10 ലക്ഷം നന്മ, 10 ലക്ഷം പാപം പൂർത്തീരും. സ്വർഗത്തിലൊരു വീട്. ഈ പ്രാർത്ഥന നമുക്ക് പഠിച്ചൂടെ? ആരെങ്കിലും തന്റെ സഹോദരൻ രോഗിയായി കിടക്കുന്ന സമയത്ത് സന്ദർശിച്ചാൽ, ഔസാറഹു, അതല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തിയാൽ, ഖാലല്ലാഹു അസ്സ വജല്ല, ലോകത്തിന്റെ സിട്ടാവ് പറയുകയാ, തിബ്ത, നീ നല്ലത് ചെയ്തു. വതാബ മംശാക്, നീ നിന്റെ നടത്തം നീ നന്നാക്കി. വതബവ്വഅത മൻസിലം ഫിൽ ജന്ന, നീ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് നീ തയ്യാറാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗിയായി കിടക്കുന്ന സഹോദരനെ ഒന്ന് സന്ദർശിച്ചാൽ, അതല്ലെങ്കിൽ തന്റെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാൽ, തന്റെ സുഹൃത്തുക്കളുടെ വീടുകളൊന്ന് സന്ദർശിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവിടെ അവനോട് അല്ലാഹു പറയും, മോനെ നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നീ നന്നാക്കിയിരിക്കുന്നു, നിനക്ക് സ്വർഗത്തിലൊരു വീട് നീ തയ്യാറാക്കിയിരിക്കുന്നു. നിങ്ങൾ നോക്ക്, വീട്ടിൽ റസൂൽ പറഞ്ഞതറിയോ? സ്വർഗത്തിലൊരു വീട് കിട്ടാനുള്ള ഒരു കാര്യം കൂടെ പറയാം. ഇദാ മാത വലദുൽ അബ്ദി, ഒരാളുടെ കുട്ടി മരണപ്പെട്ടാൽ, അല്ലാഹുവിന്റെ അടിമയുടെ ഒരു കുട്ടി മരണപ്പെട്ടാൽ, ഖാലല്ലാഹു ലിമലായികതിഹി, അല്ലാഹ് മലക്കുകളോട് ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ? ഉടനെ തന്നെ മലക്കുകൾ പറയും, നഅമല്ലാ, അല്ലാ ഞങ്ങൾ അയാളെ മരിപ്പിച്ചിരിക്കുന്നു അല്ലാ. ഉടനെ തന്നെ അല്ലാഹ് ചോദിക്കും, ഖബൽതും സമറത ഫുആദിഹി, ആ സമയത്ത് എന്റെ അടിമയുടെ കുട്ടി മരിച്ചപ്പോ, എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങളുടെ ആത്മാവ് പിടിച്ചപ്പോ, ആ അടിമയെ എന്താ പറയുന്നത്? ആ അടിമയുടെ മനസ്സ് പറയുന്നതെന്താ എന്ന് മലക്കുകളോട് റബ്ബ് ചോദിച്ചപ്പോൾ, മാതാ ഖാല അബ്ദി, എന്റെ അടിമ പറയുന്നതെന്താ എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ പറയുന്നു, വസ്തർജഅ ഹമിദക, അല്ലാ ആ മനുഷ്യന്റെ കുട്ടി അങ്ങ് മരിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് അവിടെ വെച്ച് പറയുന്നു, ഉബ്നൂ ലിഅബ്ദി ബൈതം ഫിൽ ജന്ന, കുട്ടി മരിച്ചിട്ടും എന്നെ സ്തുതിച്ചവനില്ലേ, കുട്ടി മരിച്ചിട്ട് എന്നെ സ്തുതിച്ചവനില്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞവനില്ലേ, അവന് വേണ്ടി നിർമ്മിച്ചോ ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചോ, വസമ്മൂ എന്നിട്ടതിന് പേര് വിളിച്ചോ ബൈത്തുൽ ഹംദി, എന്നിട്ടതിന് ബൈത്തുൽ ഹംദ് എന്ന്
പേരും വിളിച്ചു. സഹോദരങ്ങളെ, ഒരു കുട്ടി മരിച്ച ഒരാളുടെ, സഹോദരങ്ങളെ, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ താളക്രമം തെറ്റിപ്പോകുന്നൊരു സമയം. ഏത് നമ്മുടെ കുട്ടിയുടെ കാലിലൊരു മുറിവ് പറ്റുമ്പോൾ നമ്മൾ എന്ത് പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു വേദന അതാർക്കും നിർവചിക്കാനോ അതല്ലെങ്കിൽ വിശദീകരിക്കാനോ കഴിയില്ല. ഏത് ആ ഇളം പ്രായത്തിലുള്ള കുട്ടി മരിക്കാണ് സഹോദരങ്ങളെ. ആ മരിച്ച വ്യക്തിയെ പറ്റി അള്ളാഹ് ചോദിക്കുക, എന്താ അവൻ പറയുന്നത്? അവൻ പറഞ്ഞത് കുട്ടി മരിച്ചപ്പോ അൽഹംദുലില്ലാ, എന്നിട്ട് ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞ മറുപടി എന്തറിയോ? ഇബ്നു, അവന് വേണ്ടി നിർമ്മിക്കൂ ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കൂ. സഹോദരങ്ങളെ,